ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമ്മൾ പോയി എടുത്തു എന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സർവീസ് വർക്കൊക്കെ ചെയ്തു വിട്ട വണ്ടിയാണ്. മാസ്റ്റർ എഡ്ജാണ്. എങ്ങനെ നോക്കിയാലും എങ്ങനെ ക്ലിയർ ചെയ്താലും ഓരോ തലവേദന നമുക്ക് ഉണ്ടാക്കി തരും വണ്ടി. ഇതേ ഇരിക്കണ സ്റ്റാർട്ടിങ് കോയിലുണ്ടല്ലോ, സ്റ്റാർട്ടർ കോയിൽ, അതായത് ഹൈ ടെൻഷൻ കോയിലാണ് HT കോയിൽ. അത് ചെറുതായിട്ടൊന്ന് വീക്കായിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് മുമ്പ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ള കേസ്. പക്ഷേ ഞങ്ങൾ ഇന്നലൊക്കെ ഓപ്പണായിട്ടൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടും ചെക്ക് ചെയ്യുമ്പോൾ ഈ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. ശരിക്കും നനവിൻ്റെ പ്രസൻസ് വരുമ്പോൾ ആ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് കാണിക്കേണ്ടതാണ്. അതെല്ലാം കഴിഞ്ഞ് വണ്ടി ഇന്ന് പോയി അതിന് ശേഷമാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. എന്തായാലും HT കോയിൽ മാറ്റിയിട്ടുണ്ട്. കാരണം ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് വീണ്ടും വരും. കോയിൽ അസംബ്ലി നമ്മൾ മാറ്റി കൂട്ടത്തിലുള്ള ഈ പ്ലഗും അഡാപ്റ്ററും കൂടി മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പ്രശ്നം അത് മാത്രമല്ല, ഇത് BS3 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ നമ്മളിപ്പോൾ മീറ്ററിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ, ഒരു താക്കോലിൻ്റെ ചിഹ്നം തെളിഞ്ഞു വരിക ഉള്ളിൽ. മീറ്റർ ഓണാകുമ്പോൾ റൈറ്റ് സൈഡിനകത്ത് താക്കോലിൻ്റെ ഒരു ചിഹ്നം കണ്ടോ. അത് സെൻസറുള്ള മോഡലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് അത് വീണ്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ താക്കോൽ ഓണാകുമ്പോൾ വരുന്നത് അത് ഒരു സെൻസർ പെയറിങ് ടൈപ്പ് കീയാണ് ഇതിൻ്റെ വരാം. ഇനിയിപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് അത് മാറ്റി നമുക്ക് ആ സെൻസറിൽ നിന്നുള്ള പ്രോബ്ലം കട്ട് ചെയ്തിട്ട് സാധാരണ മാനുവലിലേക്ക് ആക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് ചെയ്യേണ്ടത് CDI എന്ന് പറഞ്ഞ CDI യൂണിറ്റാണ് നമുക്ക് മാറ്റി വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു തലവേദന ഉണ്ടാവില്ല. ഇതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. BS3 മോഡൽ മാസ്റ്റർ എഡ്ജ് അത് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്താലും എത്രയൊക്കെ പൈസ മുടക്കിയാലും എങ്ങനെയൊക്കെ ചെയ്താലും ഈ കംപ്ലയിൻസുകൾ നമുക്ക് എപ്പോഴും ഒരു തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് മാസ്റ്റർ എഡ്ജിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെയാണ് ഡ്യുവറ്റ് ഹീറോൻ്റെ. ഈ രണ്ട് കേസും നമ്മളെ സൊല്ലിടിച്ചിരിക്കുന്ന ഓരോ കംപ്ലയിൻസുകളാണ്. ഇത് നമ്മൾ കാണിച്ച പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. CD യൂണിറ്റ് കൂടി മാറ്റാനുണ്ട്. അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അത് വരുത്തി അതും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഓക്കെ.